എഴുതി ചേർക്കപ്പെട്ട രണ്ട് പേരുകൾ. അത് പേര് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അത് മറ്റാരുമല്ല, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് സാറും ഒന്ന് പ്രിയപ്പെട്ട അനീഷ് സാറുമാണ്. അപ്പൊ ആലപ്പുഴ പറവൂർ എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്ട് സെല്ലിംഗ് അറിയുന്ന ഏതൊരാളും രോമാഞ്ചത്തോട് ഓർക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ പറവൂർ. അപ്പൊ എന്റെയും ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ ഭാഗ്യങ്ങളിൽ ഒന്നായി പറയുന്നത് ഇങ്ങനെയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മറ്റാരുമല്ല, ഇന്ന് ഞാനിവിടെ പരാമർശിക്കപ്പെട്ട രണ്ട് പേരുകൾ, അനൂപ് സാറും അനീഷ് സാറും. ഞാൻ ഇന്ന് ഈശ്വരനെ പോലെ കാണുന്ന രണ്ടാൾക്കാർ. അവരുടെ സുഹൃത്തായി കഴിയാൻ സാധിച്ചതും അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുപോലെ അവരുടെ വീടിനടുത്ത് താമസിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യവുമാണ് ഈ ബിസിനസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ ഞാൻ എൻ്റെ വീടിന്റെ ജനൽ തുറന്നാൽ കാണുന്നത് അനൂപ് സാറും അനീഷ് സാറും ഈ ബിസിനസ്സിലൂടെ വെച്ച ഏതാണ്ട് ഒരു 6 കോടിക്ക് പുറത്ത് വിലയുള്ള ഒരു വലിയ വീടാണ് കാണുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും പറയും, എനിക്ക് ഈ ബിസിനസ്സിനകത്ത് വലിയ മോട്ടിവേഷന്റെ ആവശ്യമൊന്നും ഒന്നും ഉണ്ടായില്ല, വലിയ ട്രെയിനിങ്ങിന്റെയോ ആവശ്യമൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഇവരുടെ വീടും ഇവരുടെ ജീവിത സാഹചര്യം എന്താണെന്ന് നമ്മൾ നേരിട്ടൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ബിസിനസ് ചെയ്യാൻ പ്രത്യേകിച്ച് മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത്തരത്തില് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് തന്നെ കരുതുകയാണ്. ഇന്നിപ്പം കോഴിക്കോടുള്ള ടീമിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, കോഴിക്കോട് മാത്രമല്ല, അത് ആലപ്പുഴയുണ്ട്. ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സജി സാറ് കോഴിക്കോടുകാരനാണെങ്കിൽ, ജന്മം കൊണ്ട് കോഴിക്കോടുകാരനാണെങ്കിൽ ഇപ്പം ശരിക്കും ആലപ്പുഴക്കാരനായിട്ട്, ഞങ്ങളുടെ നാട്ടുകാരനായിട്ട് തന്നെ 10-16 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ അതിനകത്ത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നൗഫൽ സാറ് നമ്മുടെ ഒരു സഹോദരനെ പോലെ തന്നെ ഇന്നും കാണുന്ന ഒരാളാണ്. ഞാൻ മിക്ക ദിവസങ്ങളിലും കാണുകയും ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നായകത്വം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വെല്ലി സാറാണ്. ഞാനൊക്കെ വളരെ ആരാധനയോടെ നോക്കി കാണുന്ന പ്രിയപ്പെട്ട വെല്ലി സാറെന്ന് അറിയാം. പിന്നെ അതുപോലെ നമ്മുടെ അനിൽകുമാർ സാറിന്റെ ടീമാണ്, NTC അനിൽകുമാർ സാർ ടീമാണ്. അതുപോലെ നമുക്കങ്ങനെ ഒരുപാട് RTCകൾ, എല്ലാവരുടെയും പേരെടുത്ത് പറയാനായിട്ട് ഇപ്പം ഒരു സമയത്തിന്റെ പരിമിതിയോട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഈ ടീമിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിട്ടും ദിവസമായിട്ടും ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി മൈലേജിൽ ബിസിനസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം എത്താൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഈ ബിസിനസ്സിലൂടെ മാറട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണാനൊന്ന് കയറിയത് മറ്റൊന്നുമല്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണുക. എൻ്റെ അനുഭവം ഈ ബിസിനസ്സിൽ, രാജേഷ് എന്ന ഞാൻ എങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കിയെന്നും ഈ ബിസിനസ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റി എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഒന്ന് കയറും. ഇപ്പൊ എല്ലാവരും ഇപ്പം നേരം വെളുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും, കഴിവതും എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തൊക്കെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് റെഡിയാക്കി വരുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലെ തിരക്കുകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കഴിവതും ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കും. കാരണം നിങ്ങളുടെയൊക്കെ മുഖം കണ്ട് സംസാരിക്കുമ്പോഴാണ് എനിക്കും വളരെ ഒരു സന്തോഷം ഉണ്ടാവും. കഴിവതും ആൾക്കാർ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. കഴിയാത്ത ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്നുണ്ടെന്നൊരു ബുദ്ധിമുട്ടൊന്നും വരും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി രാജേഷ് എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ ഓട്ടോ തൊഴിലാളിയായി ജോലി നോക്കുന്ന അവസരത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു ഓട്ടോ തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിനകത്തും കാണും ഓട്ടോ തൊഴിലാളികളൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളും ഒരുപാട് ചെറിയ ചെറിയ സാഹചര്യങ്ങളും ഉള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ ബിസിനസ്സിൽ വരുന്നൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ എൻ്റെ സാഹചര്യം എന്താണെന്ന് ഒരുപക്ഷെ എൻ്റെ അനുഭവം കേൾക്കാത്ത ആൾക്കാരായിരിക്കും ഇതിനകത്തിരിക്കുന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സ്പീരിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ ആൾക്കാരും ഈ ബിസിനസ്സിൽ ഇന്ന് ITC ആയിട്ടും ഡയമണ്ട് ആയിട്ടും CTC ആയിട്ടും NTC ആയിട്ടൊക്കെ നിന്ന് ഈ ബിസിനസ്സിൽ ഇപ്പോൾ ഏകദേശം വലിയ സക്സസിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇതിനകത്ത് ഈ ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ട്. തുടങ്ങി ഒരു മാസം 2 മാസം 3 മാസം 4 മാസം 5 മാസം 6 മാസം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, 1 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ഇന്നലെ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ഇട്ട് വന്ന
ആൾക്കാരുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച വന്ന ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിലെ ചിന്താഗതികളൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും വളരെ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതൊക്കെ ആയിരിക്കത്തില്ല ഇന്ന് ഈ ബിസിനസ്സിൽ കടന്നു വരുന്നൊരു പുതിയൊരു വ്യക്തി ചിന്തിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ നിൽക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആ സമയത്തും ഒരുപക്ഷെ ഇന്ന് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതേ ചിന്ത തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതായിരുന്നു, എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നായിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ. കാരണം ചെറിയ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, സംസാരിക്കാനായിട്ട് വലിയ കഴിവൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇരുന്നൊക്കെ സംസാരിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ഇരിക്കുന്നവർക്ക് ഇരുന്നൊക്കെ സംസാരിക്കാൻ പറ്റും, എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല, കയ്യും കാലും പറയും, കണ്ണ് നിറയും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സമൂഹത്തിൽ വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ടൊരു പല പല ബിസിനസ്സുകളൊക്കെ ചെയ്ത് എല്ലാം പരാജയപ്പെട്ട് ഒരു 10-35 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളും പല ബന്ധുക്കളും കണ്ടാൽ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാതെയും നമ്മളെ കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നൊരു കാലഘട്ടമൊക്കെയാണ്. അപ്പൊ ബന്ധങ്ങൾക്കും വളരെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് കടന്നു വരാൻ തീരുമാനിച്ച സമയത്ത് എന്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആശങ്ക. പലപ്പോഴും ഈ ബിസിനസ് തുടങ്ങിയെങ്കിൽ പോലും പുറകോട്ട് പലപ്പോഴും നടക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും ഒക്കെ തയ്യാറായ ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല, നമ്മളിത് ചെയ്താൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ആശങ്കയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു മുഴുവൻ ആൾക്കാരുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു 5-10% ആൾക്കാരുടെ മനസ്സിലെ മനോവിചാരങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. കാരണം ഈ മനോവിചാരങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ 5-10 ആൾക്കാർ, അപ്പം ബഹുഭൂരിപക്ഷം ആൾക്കാർ ചിന്തിക്കരുത്, നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്ന ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ നിങ്ങളെ ചേർത്തല്ല പറയുന്നത്, ഈ ബിസിനസ് ചെയ്യുന്ന ഇപ്പൊ ഈ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു 5-10 ആൾക്കാരുടെ മനസ്സിലെ ചില ചിന്തകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത്, നിങ്ങൾ ഈ 10%-ൽ 5% പെടുന്ന ആളാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം ഈ ബിസിനസ് എന്നെ കൊണ്ട് പറ്റുമെന്നായിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അപ്പം എന്നെ കൊണ്ട് പറ്റും എന്നൊരു ചിന്ത വരുത്താൻ വേണ്ടിയിട്ട് അനൂപ് സാറും അനീഷ് സാറും പലപ്പോഴും ട്രെയിനിങ്ങുകളിലും ഒക്കെ എന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ട്, പല പല മീറ്റിങ്ങുകളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ ആവശ്യമായ പല പല സാഹചര്യങ്ങളിലൂടെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ട്രെയിനിങ്ങിലൂടെയും പ്രോഗ്രാമിലൂടെയൊക്കെ കിട്ടിയ അറിവുകൾ തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത് ഇത് ഏറ്റെടുക്കുവാനും ഈ ബിസിനസ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണെന്ന് ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്നു. പിന്നെ ഈ ബിസിനസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും വലിയ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അനൂപ് സാർ അനീഷ് സാറിനെയും കാണുന്നത് ഒരുപക്ഷെ കോഴിക്കോടും അല്ല ഇവിടേക്ക് വരുന്ന ബെൻസയിൽ വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വലിയ വലിയ വാഹനങ്ങൾ BMW വരുന്ന കണ്ടിട്ടുണ്ടാവും, ഫോർച്യൂണർ വന്ന് കണ്ടിട്ടുണ്ടാവും. അവരുടെ വീട് നിങ്ങൾ കണ്ടിട്ടുള്ള വീട് 6 കോടിയുടെ വീട് ഇപ്പം ഈ പ്രദേശം മുഴുവൻ അവർ വാങ്ങിച്ചിട്ടിരിക്കുക, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ ഒരു 20 വർഷത്തിനോട് അടുപ്പിച്ച് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയുന്ന ഒരു അനൂപ് സാറും അനീഷ് സാറും ഉണ്ട്. അത് നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടു. ഇന്നലെയും ബഹുമാനപ്പെട്ട അനൂപ് സാറാണ് ഇന്നലെ ഈ സമയത്ത് ബഹുമാനപ്പെട്ട നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പും ഉള്ള അനൂപ് സാർ അനീഷ് സാർ എനിക്കറിയാം. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെ, അതായത് വീടുണ്ടായിരുന്നു, ആ വീടൊക്കെ വിറ്റ് വാടക വീട്ടിൽ താമസിക്കുന്ന അനൂപ് സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പശുക്കളുണ്ട്, 2-3 പശുക്കളുണ്ട്. ആ പശുക്കളാണ് അവരുടെ വരുമാന മാർഗം. അങ്ങനെ പശുവിനെയൊക്കെ കറന്നിട്ട് ആ കറക്കുന്ന പാലുമായിട്ട് ഈ മല്ലിത്തൂക്കം എന്ന് പറയുന്ന സാധനം, മല്ലിത്തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, കോഴിക്കോട് എന്താ പറയുന്നത് എനിക്കറിയില്ല. മല്ലിത്തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. അങ്ങനെ ആ ഒരു പാത്രത്തിനകത്ത് പാല് നിറച്ചിട്ട് നമ്മുടെ സാധാരണ ഈ സൈക്കിൾ ലോഡ് സൈക്കിള്, നമ്മൾ ഈ മീനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഡ് സൈക്കിൾ, ഈ ലോഡ് സൈക്കിളിൽ ഇങ്ങനെ പാലും കെട്ടിവെച്ച് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മിൽമയുണ്ട്, സൊസൈറ്റി. ആ മിൽമയില് പാല് കൊണ്ട് കൊടുക്കാൻ പോകുന്ന അനൂപ് സാറെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അനീഷ് സാറെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ പറഞ്ഞ അനൂപ് സാറും അനീഷ് സാറും പാലും തള്ളി അല്ലെങ്കിൽ സൈക്കിളും തള്ളിപ്പോയ ആ വഴിയിലൂടെ ഇന്ന് പോകുന്നത് ബഹുമാനപ്പെട്ട നിങ്ങളും ഞാനും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന മൈലേഷൻ എന്ന ബിസിനസ്സിലൂടെ അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം വാങ്ങിയ ഏതാണ്ട് 1,70,00,000 രൂപ വില മതിക്കുന്ന മെഴ്സഡസ് ബെൻസിലാണ് വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. കിടപ്പാടം പോലും ഇല്ലാതിരുന്ന അനൂപ് സാറും അനീഷ് സാറും ഇന്ന് താമസിക്കുന്നത് ഇതാ എന്റെ ജനല്, ഇതാ ഈ കാണുന്ന എന്റെ സൈഡിൽ കാണുന്ന ജനല് തുറന്നാൽ കാണുന്ന ഏതാണ്ട് 6 കോടിക്ക് പുറത്ത് വില വരുന്ന അല്ലെങ്കിൽ മുതൽ മുടക്കിൽ വെച്ചിരിക്കുന്ന ഒരു വലിയൊരു മണിമാളിക പോലൊരു വീടാണ്. അപ്പൊ ഇത്രയും മാറ്റങ്ങള് എന്റെ ഒരു സുഹൃത്ത് ഈ ബിസിനസ്സിൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ബിസിനസ് ചെയ്തു തുടങ്ങി. പതുക്കെ ബിസിനസ് ചെയ്തു തുടങ്ങിയെങ്കിലും ഈ ബിസിനസ് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇതിനകത്തിരിക്കുന്ന ഒരു 5% ആൾക്കാരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു 5% ആൾക്കാരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യത ഉള്ളതുപോലെ ഈ ബിസിനസ് എന്റെ ജീവിതത്തിൽ ഒന്നും ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് കരുതിയിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ബിസിനസ് ചെയ്തു പോയി. ഞാൻ വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-30 ലക്ഷം 35 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട്. എഴുതി കൂട്ടിയാൽ കിട്ടുന്ന കടവാ. ഇതിനകത്തിരിക്കുന്ന പല ആൾക്കാരും ചിന്തിക്കും ഇയാൾക്ക് എങ്ങനെ ഇത്രയും വലിയ കടം വന്നതെന്ന്. ഈ കടം വന്ന വേറെ രീതിയൊന്നും അല്ല കേട്ടോ. അല്ലാതെ ഈ നമ്മുടെ നോട്ടിലിട്ട് ഇപ്പൊ അങ്ങനെ പരിപാടിക്കൊന്നും പോയിട്ടൊന്നുമല്ല. കടം വന്ന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നത്. ഒന്നുമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയാ അവഗണനകള്, ഒഴിവാക്കലുകള് അതൊക്കെ കൊച്ചുനാള് മുതലേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഒഴിവാക്കിയ ആൾക്കാരുടെ മുമ്പിൽ ഒരു നാളെങ്കിലും നിവർന്ന് നിൽക്കണം എന്നൊരു സ്വപ്നം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പല പല ബിസിനസ്സുകൾ ചെയ്തു. ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, കോഴിക്കോടാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ബിസിനസ് ചെയ്യാൻ ഇത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ കാശ് വേണം, വലിയ മുതൽ മുടക്ക് വേണം. ലക്ഷങ്ങളോ കോടികളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ കയ്യിൽ പൈസ ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സാധാരണ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ കടം മേടിച്ചു. അങ്ങനെ കടം മേടിച്ച് ബിസിനസ് ചെയ്ത് അവസാനം ഞാനൊരു ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടിപ്പർ ലോറിയൊക്കെ ഓടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അവസാനം വന്നിട്ട് കുറച്ച് ടിപ്പർ, ഒരു 2-3 ടിപ്പറും 2 ടിപ്പറും 2 ലോറിയൊക്കെ വാങ്ങി. അത് ആദ്യകാലങ്ങളിലൊക്കെ നന്നായി പോയി. അവസാനം അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഏതാണ്ട് ഒരു 35 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ബാധ്യത മാത്രം, കടങ്ങൾ മാത്രമാണ്. ഈ അവസരത്തിൽ എന്റെ മുമ്പിൽ 2 ചിന്തകളും 2 ചോദ്യങ്ങളും ഉള്ളത്. ഒന്നിതാണ്, ഇനി ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ, അതോ ഇനി ആത്മഹത്യ ചെയ്യണോ, നാട് വിട്ടു പോകണോ, ഇങ്ങനെയുള്ള ചിന്തകളാ. ആ ചിന്തയിൽ നിൽക്കുന്ന സമയത്താണ് ഈശ്വരന്റെ കൃപയുള്ളത് കൊണ്ട് മൈലേശ്വര ബിസിനസ്സിലേക്ക് കടന്നു വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ ബിസിനസ് വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളെയും ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇപ്പോഴും ഒരു 5% ആൾക്കാരെങ്കിലും പലരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും. എന്ത് പറയുന്നത്, നിനക്ക് ഇതിന്റെ പണി വല്ലതും ഉണ്ടോടാ, നിനക്ക് ഈ സോപ്പും ഷാമ്പും ചീപ്പും ഒക്കെ വിറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, നീ ഇപ്പൊ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടാണല്ലേ, ഈ പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലരും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങളോട് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങുമ്പോഴാണ്, ഈ ചോദിച്ച് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ അവസരത്തിലാണ്, അങ്ങനെ പോകുമ്പോഴാണ് പിന്നീട് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ക്ലച്ച് പിടിക്കാം. അങ്ങനെ തോന്നി തുടങ്ങണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഈ സോപ്പും ഷാമ്പും പേസ്റ്റൊക്കെ വിറ്റ് നടക്കുന്ന കാര്യമുണ്ടോ, ഇത് അങ്ങനെയല്ലേ, ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന ബിസിനസ്സാണ്, നമുക്കൊന്നും പറ്റുന്ന ബിസിനസ് അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും എനിക്കുണ്ടായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളും ബന്ധുക്കളും വിട്, നമ്മുടെ വീട്ടിലുള്ളവർ പോലും പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. പിന്നെ ഇവര് പണ്ട് തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇവനെ കൊണ്ട് ഈ കടമൊന്നും കൊടുത്ത് ഒരിക്കലും തീർക്കാൻ കഴിയില്ല, ഈ കടമൊന്നും കൊടുക്കാൻ കഴിയാതെ ഇവരെവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ സമാന രീതിയിൽ കടങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ആരെങ്കിലും ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തീർന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അവരുടെ ജീവിതം തീരുവല്ല, ഇവിടുന്ന് തുടങ്ങുവാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ഞാനകത്ത് വലിയ സംഭവം ആയതുകൊണ്ടോ ഞാൻ വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ, എന്റെ ഭാഷയിൽ പറഞ്ഞൊരു പൊട്ടൻ, എന്നെ സംബന്ധിച്ചൊരു പൊട്ടൻ ലോട്ടറി അടിച്ചാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നെ പോലെ ഒരു പൊട്ടൻ ഇത് സാധിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് സാധിക്കുമെന്ന് പറയാൻ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു കാഴ്ച, ഇങ്ങനെ ഇങ്ങനെ അച്ഛനും അമ്മയോട് സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുക, കേൾക്കുക. അപ്പൊ കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്നു. അത് പറഞ്ഞ ഇങ്ങനെയാണ്, അമ്മ വളരെ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മോന്റെ കാര്യം വലിയ കഷ്ടമാണല്ലേ ഏട്ടാ. അമ്മയെ പറയുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റിയടി, എന്താ ഒരു പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുക. പറഞ്ഞേ, പുതിയ പ്രശ്നങ്ങളല്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇനി നമ്മുടെ മോന് കടം കൊടുക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അത് തന്നെ കടം മേടിക്കാൻ ഇവനെ ആരോടും മേടിക്കാനില്ല, ബാക്കിയില്ല, എല്ലാവരുടെയും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ പ്രശ്നത്തിലാണ് എന്ന് എൻ്റെ അമ്മ പറയുക. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മ ഇങ്ങനെ കൂടെ പറഞ്ഞു, എന്റെ അനുഭവത്തിൽ അല്ലെ, ഞാൻ അറിയുന്ന ഇനി 2 ആൾക്കാർ മാത്രമേ നമ്മുടെ മോന് കടം കൊടുക്കാനുള്ളൂ, എൻ്റെ അമ്മ പറയാ. അപ്പം ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പതുക്കെ ഒന്ന് ചെവി ഒന്ന് ചവിട്ടി നിർത്തി, എന്നിട്ട് ചെവി ഒന്ന് ചേർത്ത് പിടിച്ചു. കാരണം അമ്മ പറഞ്ഞ ഈ കടം തരാനുള്ള 2 ആൾക്കാർ ആരാണെന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണം പിറ്റേ ദിവസം പോയി ചോദിക്കാൻ. അത്ര വിട്ടു നിൽക്കുക. അപ്പം അമ്മ പറഞ്ഞ 2 പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചിരിച്ചുപോയി. ആ പറഞ്ഞ പേര് ഇങ്ങനെയാണ്: ഒന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും ഒന്ന് കളർകോട് മഹാദേവനും. ഇത് രണ്ടും ഞങ്ങളുടെ നാട്ടിൽ 2 അമ്പലങ്ങളുമാണ്. ആ അമ്പലത്തിലെ 2 പ്രതിഷ്ഠകളുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ആ ദൈവങ്ങളല്ല, ആ ദൈവത്തിന്റെ കയ്യിൽ നിന്നല്ലാതെ ബാക്കി എല്ലാവരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നുവെങ്കിലും പിന്നീട് എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു വേദന, അതൊരു പക്ഷേ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അത്രമാത്രം വേദനയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നാട്ടുകാരെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവനെ കൊണ്ടൊന്നും ഇവൻ ഒരിക്കലും കടം കൊടുത്ത് തീർക്കത്തില്ല. ഇപ്പം ഈ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരൊക്കെ ഇപ്പൊ പറയും, ഇപ്പം ഈ എടുത്ത് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ആ കടം കൊണ്ട് പെട്ടു നിന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തില് ഇപ്പൊ രാത്രി ഒരു 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം ഏതെങ്കിലും എൻ്റെ സുഹൃത്തിന് എൻ്റെ സുഹൃത്തായ മറ്റൊരാളെ വിളിക്കേണ്ട സാഹചര്യം വന്നാൽ ഈ ഫോൺ കോൾ വരുമ്പോഴത്തേനും ഈ ഫോൺ വരുന്ന അല്ലെങ്കിൽ ഫോൺ എടുക്കേണ്ട ആള് മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രി 1 മണിക്ക് എന്താ ഇവൻ വിളിക്കുന്നത്, ഇനി രാജേഷ് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ, അതായത് ആത്മഹത്യ ചെയ്തോന്നാണ് അവൻ പറഞ്ഞതിനർത്ഥം, അതുകൊണ്ടായിരിക്കുമോ ഇവൻ വിളിക്കുന്നത് എന്ന് പോലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരു മോശ സാഹചര്യത്തിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ കാര്യം മാത്രം ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, നെഞ്ചു പിരിച്ച് പറയാൻ പറ്റും, ഈ നാട്ടുകാരും വീട്ടുകാരും ഇവൻ കടം തീർക്കില്ലെന്നും ഇവൻ എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുമെന്നും എന്നൊക്കെ പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, 1 രൂപ പോലും കടം കൊടുക്കാനില്ലാത്ത ഒരാളാക്കി എന്നെ മാറ്റിയ കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ തന്നെ സമാന രീതിയിൽ സാമ്പത്തിക കടങ്ങളും പ്രശ്നങ്ങളും ഉള്ള ആരെങ്കിലും ഈ ഹോളിലുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂമിലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുവാണ്, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈശ്വരന്റെ വലിയ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ, ഈ മൈലേജിൽ ബിസിനസ്സിൽ കടന്നു വരാൻ സാധിച്ചത്. ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഇതാ ഞങ്ങളൊക്കെ ചെയ്തതുപോലെ, നിങ്ങളുടെ പല ലീഡേഴ്സും ചെയ്യുന്നത് പോലെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു 2 വർഷം, 1 വർഷം, ഒരു 3 വർഷം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് കാണിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ദാ ഇന്ന് ഞാൻ പറയുന്നത് പോലെ, നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നത് പോലെ വിജയത്തിന്റെ കഥകൾ ഒരുപാട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും. കാരണം അതിന് മറ്റാരും സാക്ഷി വേണ്ട, ഞാൻ തന്നെ സാക്ഷിയാണ്. കാരണം ഇന്ന് ഈ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പറയത്തില്ല, ഞാൻ ഇന്ന് ഭൂമിയിൽ പോലും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പം ഈ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും ഏറ്റവും കൂടുതൽ കടപ്പാട് ഉണ്ടാവേണ്ട ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. അവരെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അവരെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മറ്റാരുമല്ല, ഈ ബിസിനസ്സിനകത്ത് നമ്മുടെ അപ്ലൈന്മാരാണ്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആളാണ്. അവരെ നിങ്ങൾ ഇപ്പം ഏതർത്ഥത്തിലാണ് കാണുന്നതെന്നോ എത്ര ബഹുമാനം കൊടുക്കുന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും വലിയ ബഹുമാനം കൊടുക്കുന്ന, വളരെ സ്നേഹത്തോടെ നോക്കി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാനിത് പറയുന്നത് നല്ല ബഹുമാനം കൊടുക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ നിങ്ങളുടെ അച്ഛനാവാം, നിങ്ങളുടെ അമ്മയാവാം, ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം. പക്ഷെ എന്റെ അനുഭവത്തിന് വെളിച്ചത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം പറയുവാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ട് കാണണമെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും
പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി മെനക്കെടുന്നതും പ്രവർത്തിക്കുന്നതും മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് നമ്മുടെ അപ്പലിയും തന്നെ, മറ്റാരുമല്ല. ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഇപ്പം ഇവർക്കിപ്പം ഞാൻ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന അനൂപ് സാറും അനീഷ് സാറിനും കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരനെ പോലെയാണ് കാണുന്നത്. ഈശ്വരനാണ്, അങ്ങനെ കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും ഇതിനകത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈശ്വര വിശ്വാസികളാണ്, എനിക്കറിയാം. ഈശ്വരനെ വിശ്വസിക്കുന്ന നമ്മള് ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? പലരുടെ മുഖം കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനങ്ങനെ വിശ്വസിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ചോദിക്കും, എന്റെ പൊന്നു സാറേ പ്രാർത്ഥനയേ ഉള്ളൂ, ചിലർ അങ്ങനെ പറയും, പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറയും. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് തിരുവമ്പാടി എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്. തിരുവമ്പാടി ഭഗവാന് കൃഷ്ണസ്വാമിയാണ്. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ബഹുരസമാണ്. എന്റെ അടുത്തിരിക്കുന്നവർ ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാവാം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, ഭഗവാനെ, നിനക്കെന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, മുഴുവനും പ്രശ്നമാണ്. കടങ്ങൾ കൊണ്ട് നാട്ടുകാരെ തെക്കോട്ടും വടക്കോട്ടും ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് തീർത്തു തരണം. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പറയുന്നത്. സത്യത്തില് എനിക്ക് പലപ്പോഴും ഈ ഭഗവാനോടൊരു സങ്കടവും തോന്നിയിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രാർത്ഥന കേട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടിട്ട് ദൈവം ഈ പറഞ്ഞ ഭഗവാൻ കനിഞ്ഞിട്ട് രാവിലെ, എന്റെ ഒരു വിശ്വാസം അനുസരിച്ച് പറഞ്ഞാല്, രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്റെ വീടിന്റെ പടിയെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന വീടിന്റെ പടിയിൽ എന്താണെന്നറിയോ, എന്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ കുറച്ച് സ്വർണമോ പണമോ വല്ലതും കൊണ്ട് വെച്ചിട്ടുണ്ടോന്നാ ഞാൻ നോക്കുന്നത്. എന്താ അത്ര വലിയ പ്രാർത്ഥനയാ? കെട്ടുന്നങ്ങ് പ്രാർത്ഥനയല്ലേ, കണ്ണു നിറഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പടിയിൽ ഒരു പൊതി ഇരിക്കുന്നു. ആ പൊതി തുറന്നു നോക്കുമ്പോൾ കുറെ സ്വർണവും പണവും, അതിനകത്തൊരു കുറിപ്പടി, രാജേഷേ, നിന്റെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഒരുപാട് നാൾ പ്രാർത്ഥിക്കല്ലേ, കുറച്ച് സ്വർണവും കാശും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്, നീ കടം കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു കുറിപ്പടിയും കാശും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇത് തമാശ പറയുന്നതല്ല, സത്യമാണ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ അറിയില്ല. അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന ഒരു കരുണ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർക്കാൻ ദൈവത്തിന് നേരിട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ചെയ്യുന്ന ഇതാണ്, ഈ കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നും നമ്മളെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ദൈവം ഈ ഭൂമിയിൽ തന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ ഏൽപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയത്തില്ല. പലപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബസ്സൊക്കെ കിട്ടാന് നമ്മളിങ്ങനെ കിട്ടാതെ പല സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ബസ്സും ഇല്ല, ഒന്നുമില്ല. രാത്രി 12 മണി 1 മണിയോ സമയമായത്. ഇപ്പൊ വീട്ടിലോട്ട് വരാൻ വേറൊരു മാർഗ്ഗമില്ല. ഒരു വണ്ടിക്കാരൻ പോലും കൈനീട്ടി നിർത്തുന്നില്ല. അപ്പോഴും മനസ്സിൽ, ദൈവമേ, എന്റെ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണല്ലോ, ഞാൻ ഈ റോഡിലാണല്ലോ, അവര് വീട്ടിൽ ഞാൻ ചെല്ലാം, അവർ കിടന്ന് ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ പെട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട്, ഈ കടം കൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവൻ എന്താ ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ ചെല്ലാതെ കിടന്ന് ഉറങ്ങത്തില്ല, എന്താ വീട്ടിലെത്താൻ ഒരു മാർഗ്ഗമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൈ നീട്ടാതെ പോലും പല വണ്ടികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചവിട്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്, എവിടെ പോവാൻ നിൽക്കുകയാണ്. ഞാൻ ഇന്ന് ആലപ്പുഴ കടറോട്ടോട്ടാ, പറവൂരോട്ടാ, എന്നാ കയറിക്കുമെന്ന് പറഞ്ഞ് പലരും എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരാന്നറിയാവോ? അത് വേറെ ആരുമല്ല, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ആ ദൈവം. അദ്ദേഹത്തിന് ഒരിക്കലും കാറുമായിട്ടും ബസ്സുമായിട്ടും ബൈക്കുമായിട്ടും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്താ അദ്ദേഹം ചെയ്യുക? അദ്ദേഹം ചെയ്യുന്നത്, എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഒരാളെ ഏൽപ്പിക്കുക, അതിലെ വരുന്ന ഒരാളെ മനസ്സിൽ തോന്നിപ്പിക്കുക, അവിടെ ഇരുന്ന് നിപ്പുണ്ട് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ, അത് കെട്ടിക്കൊണ്ട് പൊക്കുമെന്ന് മനസ്സിൽ തോന്നിപ്പിക്കും. അങ്ങനെയാണ്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടെന്ന് അറിയില്ല. ഒരുപാട് ആപത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ സഹായഹസ്തമായിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ദൈവം ഏൽപ്പിക്കുന്ന. അപ്പൊ എന്നെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരുന്ന എന്നെ ഈ ഭൂമിയിലേക്ക്, ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ദൈവം ഏൽപ്പിച്ച രണ്ടാൾക്കാരാണ് അനൂപ് സാറും അനീഷ് സാറും. ഞാൻ അതുകൊണ്ടാണ് അവരെ ദൈവത്തിനെ പോലെ കാണുമെന്ന് പറയുന്നത്. ഇപ്പൊ ഇതിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തുമായിരിക്കും. അവരുടെ മുഖത്തേക്ക് ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെയോ അല്ലെങ്കിൽ ഒന്നിന്റെയും രൂപം തോന്നത്തില്ല. ഇപ്പൊ തോന്നുന്ന രൂപം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങി, അത് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത് എനിക്കറിയില്ല. കടമുണ്ടോ, വീട് വെക്കണോ, മക്കളെ കെട്ടിച്ചു വിടണോ, അങ്ങനെ എന്താണെന്ന് അറിയില്ല.
അപ്പൊ എന്ത് ആഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതെന്ന് എനിക്കറിയില്ല. ആ ആഗ്രഹം വരുന്ന 1, 2, 3 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ പരിപൂർണമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചാൽ പിന്നീട് നിങ്ങൾ ഈ പറയപ്പെട്ട ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ മുഖം പോലെയൊക്കെ തോന്നും. അപ്പൊ ഇപ്പോഴേ അവർക്കൊരു കയ്യടി കൊടുത്തേക്കണം, ഒരു നിറഞ്ഞ കയ്യടി കൊടുത്തേക്കണം, എന്നൊരു താങ്ക്സും പറഞ്ഞേക്കണം. ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞേക്കണം. എന്നും പറയണ്ട കേട്ടോ, മനസ്സിൽ പറഞ്ഞാൽ മതി. പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ബൂമറാങ് എന്ന് ഞാൻ പറയുന്നു. ബൂമറാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബൂമറാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക ആംഗിളിൽ എറിഞ്ഞു വിടുന്ന ഒരു സാധനം. ഈ സാധനം ആ കറങ്ങി തിരിഞ്ഞ് എറിയുന്ന സ്ഥലത്ത്, അതായത് എറിയുന്ന ആടെ കയ്യിലേക്ക് തന്നെ എത്തുന്ന ഒരു സാധനം, എറിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. അതിനാണ് നമ്മൾ ബൂമറാങ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും ബൂമറാങ്ങാണ്. നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ നന്നായിട്ട് നമ്മുടെ അപ്പലൈനെ നോക്കിയാൽ, നമ്മുടെ അപ്പലയെ നന്നായിട്ട് സ്നേഹിച്ചാൽ, നമ്മുടെ അസോസിയേറ്റ്സിനെ നമ്മൾ നന്നായി സ്നേഹിച്ചാൽ, അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയാൽ, നമ്മുടെ കൂടെ വരുന്നവരും ഇതുപോലെ തന്നെ നല്ല പ്രവൃത്തികളാണ് നന്നായിട്ട് നമ്മളെ നോക്കും. മറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്താഗതികൾ വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചും നമ്മുടെ കൂടെ വരുന്നവരുടെ ചിന്തയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എനിക്കറിയാം. എങ്കിലും ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഒരു 10 മിനിറ്റോടെ ഞാനൊന്ന് സംസാരിച്ചിട്ട് ഞാൻ ഈ സൂമിൽ നിന്ന് ഇറങ്ങുക. അപ്പം എന്റെ അനുഭവത്തിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഇത് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബിസിനസ് ചെയ്യുന്ന ഒരു 10% ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. ഒരു 10%, ഒരു 10% കൂട്ടാം, അല്ലെ 5% കൂട്ടാം. ഇവരുടെ മനസ്സിൽ ചിന്ത, ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും വരുമാനം കിട്ടുന്നില്ലല്ലോ, ഞാൻ ചിന്തിക്കുന്ന പോലെ ബിസിനസ് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്ത ഉണ്ടാവാം. അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ടല്ലോ, എന്നെ ഒരുപാട് ആൾക്കാർ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. പലരും, എല്ലാവരും ഈ ഒരു വിഷയം എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ആരുടെയെങ്കിലും ചിന്താഗതിയിൽ അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് മറ്റൊന്നുമല്ല, ഈ ബിസിനസ്സിനകത്ത് എന്നെയും കളിയാക്കിക്കൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട്, എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ഈ ബിസിനസ്സുമായി ചെല്ലാൻ സാധ്യതയുള്ള എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും പല ആൾക്കാരുടെ അടുത്തും അഡ്വാൻസ് ആയിട്ട് ചെന്നിട്ട്, രാജേഷ് അവനൊരു വെട്ടിപ്പും തട്ടിപ്പുമായിട്ട് നടപ്പുണ്ട്, അവൻ നിങ്ങളുടെ വീട്ടിലും വരും എന്ന് അഡ്വാൻസ് ആയിട്ട് ചെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞാൽ എന്നെക്കാളൊക്കെ ഒത്തിരി സീനിയറാണ്. അത് നമ്മുടെ അനൂസറും അനീസറിനൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ പല വീടുകളിലും ചെല്ലുമ്പോൾ, പല സുഹൃത്തുക്കളെ കാണാൻ ചെല്ലുമ്പോഴത്തേനും ഞാൻ ചെല്ലുമ്പോൾ തന്നെ യുവമാരും ചിരിക്കും. മനസ്സിലായടാ, എന്തിനാ വന്നതെന്ന് മനസ്സിലായി എന്ന രീതിയിൽ ചിരിക്കും. അപ്പൊ ഞാൻ പറയും, എടാ ഈ ബിസിനസിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ ഇവൻ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായി എന്നർത്ഥം ചിരിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് എന്തിനാണെന്ന് ഇവന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഈ പറഞ്ഞ എന്റെ സുഹൃത്തുണ്ടല്ലോ, ഇവൻ അഡ്വാൻസ് ആയിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഒരു ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്നു, എന്ന് വെച്ചാൽ നമ്മുടെ ചെല്ലപ്പേരുണ്ടല്ലോ, അങ്ങനെ അറിയപ്പെടുന്നു. ആ പേര് അവൻ വരുന്നുണ്ട്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ ഞാനിത് ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ഇത് ഇങ്ങനെ വന്നപ്പോഴും എനിക്ക് വലിയ സങ്കടം വന്നിട്ട് പലപ്പോഴും ഈ ബിസിനസ് നിർത്തിയേക്കുന്ന പോലും തീരുമാനിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ അനീഷയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. നമ്മുടെ ഈ സങ്കടം പറയുന്ന ദൈവത്തിന്റെ അടുത്താണല്ലോ, അപ്പൊ നമ്മുടെ ദൈവം അവരുടെ പറഞ്ഞു, സാറേ ഇത് കാര്യങ്ങൾ നടക്കും തോന്നില്ല കേട്ടോ. അത് എന്ത് പറ്റിയടാ? അത് വേറൊന്നുമല്ല, ഞാൻ ഈ ബിസിനസ്സുമായി കാണാൻ ചെല്ലുന്ന ആൾക്കാരെല്ലാം നമ്മുടെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് തന്നെ നീ വന്ന് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ട്, തട്ടിപ്പും വെട്ടിപ്പും ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് ഇതിന് കാരണം എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തുവിടെ കാര്യം? അത് നമ്മുടെ ഇന്നയാള്, ഇപ്പൊ ആലപ്പുഴക്കാരൊക്കെ ഇതിനകത്ത് ബിസിനസ്സിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആടെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞേനെ. അപ്പം അദ്ദേഹം ഇന്നയാള് ഇതുപോലെ എന്നെ കളിയാക്കുവാണ് സാറേ. അപ്പൊ അനീഷ് സാർ ഇങ്ങനെ അറിയാലോ, ഒരു ചിരിച്ചിട്ട് എന്നോട് ഇങ്ങനെ തോളെ കൈയിട്ടിട്ട് പറഞ്ഞു, സാരമില്ലടാ, അവൻ നിന്നെ കളിയാക്കിക്കോട്ടെ. നമ്മൾ സാറെ കളിയാക്കുകയല്ല, ഇവനിങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു കിടക്കുക, എന്റെ വീട്ടിൽ പോലും വന്ന് പറഞ്ഞു. അത്ര സങ്കടം, അതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ചേർത്ത് എടുത്തിട്ട് അനീഷ് സാർ പറഞ്ഞു, നീ സങ്കടപ്പെടണ്ടാ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ബിസിനസ്സിലേക്ക് നിന്നോടൊപ്പം ഈ പാർട്ടി കടന്നു വരും. സൂര്യൻ കിഴക്കുദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കിഴക്കല്ല ഉദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഈ പുള്ളി ബിസിനസ്സിലേക്ക് വരുന്ന ഞാൻ വിശ്വസിക്കും. അതുപോലെ എന്നെ കളിയാക്കുന്ന ആളാണ്. അപ്പൊ ഞാനിങ്ങനെ സാറിനെ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. മനസ്സിലായി, എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുമല്ലേ എന്നർത്ഥം ഞാനൊന്ന് ചിരിച്ചു. അത് കഴിഞ്ഞു. പിന്നീട് ഞാൻ ഈ ബിസിനസ് ഒക്കെ പതുക്കെ ചെയ്തു പോയി. എന്റെ ജീവിത സാഹചര്യം
എനിക്ക് ഈ ബിസിനസ് വേണമല്ലോ എന്ന് പറഞ്ഞ് ഞാനിത് ആത്മാർത്ഥമായി ചെയ്തു. വരുമാനം കടമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു 7-8 മാസം മുമ്പ്, 8 മാസത്തോട് കഴിഞ്ഞ് ഒരു 10 മാസം ആവാറായെന്ന് തോന്നുന്നു, ഞാൻ ആലപ്പുഴ പ്രോഗ്രാസ് സെന്ററിൽ ഞാൻ ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയാൻ കയറി നിൽക്കുക. ഇവിടെയൊക്കെ വലിയ കുഴപ്പമുണ്ട്. ഞാൻ അവിടെ കയറി ഇങ്ങനെ ഇട്ട് സൂട്ടൊക്കെ ഇട്ടാ നിൽക്കുന്നത്. അപ്പൊ സൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേന് ചില ആൾക്കാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കും. തുറിച്ചു നോക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനാണോ എന്നാ നോക്കും. കാരണം ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വേഷം ഇതല്ല. ഞാനൊരു ഒരു കാക്കി ഷർട്ട് വിട്ട് ഒരു കാവി കയ്യിൽ കൊടുത്തൊക്കെ നടക്കുന്ന ഒരാളാണ്, ഒരു സാധാരണ ഓട്ടത്തൊഴിലാളിയല്ലേ. അപ്പൊ ഇവനാണോ എന്നാ സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പൊ എന്നെ സൂക്ഷിച്ചു നോക്കുന്ന ആൾക്കോട് ഞാൻ പറയും, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ തന്നെ ആണെന്ന് പറയും. അപ്പോൾ എന്റെ ഓട്ടോയിൽ കയറിയിട്ടുള്ള പല ആൾക്കാരും ആ പ്രോഗ്രാമിന് വന്നിട്ടുമുണ്ട്, അല്ലെങ്കിൽ ആ ഓട്ടോയിൽ പണ്ട് കയറിയിട്ടുള്ള എന്നെ അറിയുന്ന പല ആൾക്കാരും പലരുടെ കൂടെ ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനങ്ങനെ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും എന്നെ വന്നു ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ചു, മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുക. പുറയുന്ന കെട്ടിപ്പിടിക്കുക, ആളാന്നറിയില്ല, പുറത്തോട്ട് ഇറങ്ങുക. അപ്പൊ ഞാനിങ്ങനെ എല്ലാം അങ്ങനെ ആണല്ലോ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പം അവരൊക്കെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കും, സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ ആരാന്നറിയില്ല. അപ്പൊ ഞാനിങ്ങനെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് ആ കെട്ടിപ്പിടിക്കുന്ന മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ അദ്ദേഹം കൈ ഒന്ന് അയച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. ആരാണെന്നറിയോ എന്നെ കെട്ടിപ്പിടിച്ചത്? എന്റെ പുറകെ നടന്ന് എന്നെ ആക്ഷേപിച്ച് എന്നെ കളിയാക്കി നടന്ന എന്റെ സുഹൃത്തെന്ന് പറയുന്ന ആ ആളാണ് എന്നെ പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചത്. എന്നിട്ട് എന്റെ ചെവിയിൽ ഇങ്ങനെ പറയുക, എടാ അണ്ണനും തുടങ്ങി കേട്ടാ ഈ ബിസിനസ്. എന്നിട്ട് പിന്നീട് പറഞ്ഞ വാക്കാണ് എന്നെ കൂടുതൽ ചിരിപ്പിച്ചത്. നീ പറയുന്നതൊക്കെ കേട്ടു, നീ രക്ഷപ്പെട്ടല്ലേ, നീ അണ്ണനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇതായി ബിസിനസ്. അറിയാത്തവർ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, അറിയാത്തവർ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചോട് വാരിച്ചേർത്ത് പിടിച്ച് ചെയ്യുന്ന ഒരേ ഒരു ബിസിനസ്സേ ഉള്ളൂ. അതാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതെന്റെ അനുഭവം കൂടി ഞാൻ പറയുക. നിങ്ങളെ ഇപ്പൊ കളിയാക്കുന്നവര്, നിങ്ങളെ ആക്ഷേപിക്കുന്നവര്, നിങ്ങൾക്ക് ഒരു വിലയും തരാതെ നടന്നു പോകുന്നവര് നാളെ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ട് മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ വരും. ഇത് വരുമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഈ നാട്ടിലും വീട്ടിലും വേണ്ടാതിരുന്ന, ആവശ്യമില്ലാതിരുന്ന, പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നിന്നും ഇപ്പൊ നമുക്കറിയില്ലേ, ഒരുപാട് ഈ ഗതിയില്ലാതൊക്കെ വരുമ്പോഴത്തേനും നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂട്ടുകാരന്മാരുടെയൊക്കെ ഏറ്റവും വീട്ടിലൊക്കെ നടക്കുന്ന ഏറ്റവും പല ചടങ്ങുകളിലും അവസാനം വിളിക്കുന്ന ആൾ എന്നെയാന്ന് വിളിക്കുന്നേ. ഏറ്റവും അവസാനം മരിപ്പറിയിപ്പിക്കുന്ന എന്നെയാ, അല്ല മരണം അറിയിപ്പിക്കുന്ന എന്നെയാ. ഒരു സുഹൃത്തിന്റെ കല്യാണം അല്ലെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് കാണുന്നല്ല, അവസാനം വിളിക്കുന്ന എന്നെയാ. കാരണം എന്താണെന്നറിയാവോ? അവർക്കറിയാം ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാന്ന്. വന്ന രണ്ടാൾക്ക് തിന്നിട്ട് പോകും, 10 പൈസ കൊടുക്കത്തുമില്ല. പറ്റുമെങ്കിൽ അവന്റെ 100 രൂപ കടോട് മേടിച്ചിട്ട് പോകും. അവസ്ഥ അതാണ്. അതുകൊണ്ട് വിളിക്കാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല കേട്ടോ. സമയമൊക്കെ മാറി, സാഹചര്യം മാറി. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും, കഴിഞ്ഞ ദിവസം കുറെ നാൾ മുമ്പ് ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ബന്ധുവിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. വീട്ടിൽ അണ്ണം വിളിച്ചിട്ട് മോനെടാ കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. ഞാൻ ഇവിടെ അറിഞ്ഞ അമ്മ അറിഞ്ഞു. മക്കൾക്ക് എപ്പോഴാ അങ്ങനെ, ഇപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്നത്, മക്ക എപ്പോഴാ വരാൻ പറ്റുക? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരുമ്പോ താമസിക്കും, ലേറ്റ് ആവും, ഒരു 7 മണിയെങ്കിലും ഞാൻ വരുമ്പോഴത്തേനും ഞാൻ വന്നോളാം, നിങ്ങൾ കേക്കൊക്കെ മുറിച്ചോ. അല്ല അന്നേരം പറയാം, അല്ലല്ല കുഴപ്പമില്ല, മോൻ വന്നിട്ടേ കേക്ക് മുറിക്കുന്നുള്ളൂ. നമ്മളെ വിളിക്കാത്ത കക്ഷികളാ. ഇപ്പൊ പറയാ മോൻ വന്നിട്ടേ കേക്ക് മുറിക്കത്തുള്ളൂ. കാരണം ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ പഴയത് പൊരുന്നണക്കല്ല എന്നവർക്കറിയാം. അങ്ങനെ മാറ്റിയത് മൈലേശ്വരം എന്ന് പറയുന്ന ഈ ബിസിനസ്സാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഇത് ഞാനിവിടെ പറയുന്നത്, ഈ സമാന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഒഴിവാക്കലും ഒക്കെ നേരിട്ടിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കൂ, ഒന്ന് ചേർത്ത് പിടിച്ചൊരു 2 വർഷം 3 വർഷം ഈ ബിസിനസ് ചെയ്തു. ഈ കളിയാക്കിയവനും ഈ ആക്ഷേപിച്ചവനും ഈ പറഞ്ഞു കിടക്കുന്നതിനൊക്കെ നമ്മുടെ പുറകെ വരുന്നത് നമ്മളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെ കളിയാക്കുന്നവരുണ്ടല്ലോ, ഈ കളിയാക്കുന്നവരെ ഇതുവരെ കളിയാക്കുമെന്ന് അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ ആ കളിയാക്കുന്ന കാലഘട്ടം? നിങ്ങളെ ഇപ്പൊ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇതുവരെ കളിയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിജയിക്കുന്നതിന്റെ തലേ രാത്രി വരെ കളിയാക്കും. അങ്ങനെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ പറയുന്നത് എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനെ അന്ന് കളിയാക്കിയത് ആക്ഷേപിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? അവൻ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നെ കളിയാക്കിയത് എനിക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്.
ഞാൻ അത് നിർത്തി പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അവർ അങ്ങനല്ല പറയുന്നത്. ഇവൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ കളിയാക്കിക്കൊണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ വരുന്ന 1-2 വർഷം കൊണ്ട് വിജയിച്ചിട്ട് നിങ്ങൾക്കും പറയാൻ പറ്റുന്ന അനുഭവങ്ങളാ. എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ കോറി വെച്ചേക്കണം, എഴുതി വെച്ചേക്കണം. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ നിങ്ങൾ എഴുതി വെച്ചേക്കണം. അങ്ങനെ എഴുതി വെച്ചിട്ട് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റും. ഇപ്പം ഒരു ഉദാഹരണം പറയാം. സമയം തീരാറായി എനിക്കറിയാം. ഒരു ഉദാഹരണം പറയാം. ഇതൊക്കെ റിവഞ്ച് ആണെന്നേ. എന്നെ കളിയാക്കി കുറെ ആൾക്കാരോട് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിന്റെ വീട്ടില് പാല് കാച്ചി അവര് വീട് വെച്ചു. വലിയ വീടല്ല, എന്നാലും ഒരു തരക്കേടില്ലാത്ത വീടാ. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ആ വീട്ടിലില്ലാത്ത ഒരു സാധനം എന്താണെന്ന് തപ്പി. അവനെന്നെ കളിയാക്കി ആക്ഷേപിച്ച രീതി വെച്ച് നോക്കുമ്പം അവനൊന്നും മേടിച്ചു കൊടുക്കണ്ട. കാരണം അതുമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളെ കളിയാക്കുന്നവര് ഒരിക്കലും നമ്മൾ രക്ഷപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവന്റെ സമാധാനം കെടുത്തണമല്ലോ. ഇവന്റെ സമാധാനം കെടുത്താൻ എന്താ ഒന്ന് മേടിച്ചു കൊടുക്കാൻ വെച്ചപ്പോഴത്തേനും അവന്റെ വീട്ടിലില്ലാത്തൊരു സാധനം, ഒരു AC വാങ്ങിച്ചു കൊടുത്തു, എയർ കണ്ടീഷൻ വാങ്ങിച്ചു കൊടുത്തു. ഏതാണ്ട് 40,000-40,000 രൂപ ഇവർ വാങ്ങിക്കൊടുത്തു. സത്യം പറഞ്ഞൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മൈലേജിന് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങി കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് വാങ്ങിക്കൊടുത്തു. അപ്പൊ കൂട്ടുകാരൊക്കെ പോയിടോ, അതേ അവന് AC മേടിച്ചു കൊടുത്തടാ, നീ അറിഞ്ഞ? എന്റെ പേര് ഇരട്ടപ്പേരിലെ വിളിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് എന്താ ഇരട്ടപ്പേരെന്ന്. അത് ഞാൻ പറയത്തില്ല കേട്ടാ.